ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അൽഹംദുലില്ലാഹ്. ഷമായിലിലെ അടുത്ത അധ്യായം ബാബു മാ ജാഅ ഫീ ശഅരി റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅറിനെ കുറിച്ച്, തിരുകേശത്തെ സംബന്ധിച്ചു പറയുന്ന ഹദീസുകൾ ഒരുമിച്ച് കൂട്ടിയ അധ്യായമാണ്. حدثنا علي بن حجر قال أخبرنا إسماعيل بن إبراهيم عن حميد عن أنس بن مالك رضي الله عنه قال كان شعر رسول الله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയായിരുന്നു ഇലാ നിസ്ഫി ഉദുനൈഹി, അവിടുത്തെ ചെവികളുടെ പകുതി വരെയായിരുന്നു. വ്യത്യസ്ത നിവേദനങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ, മറ്റു ചില സന്ദർഭങ്ങളിൽ മറ്റു രൂപത്തിലാണ്. അതൊക്കെ നമ്മൾ പറയും. കഴിഞ്ഞ ചില ഹദീസുകളിലൊക്കെ നമ്മൾ പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ. حدثنا حناد بن السري قال أخبرنا عبد الرحمن ابن أبي الزناد عن هشام بن عروة عن أبيه أن عائشة رضي الله عنها قالت كنت أغتسل أنا, ഞാൻ കുളിക്കാറുണ്ടായിരുന്നു, റസൂലുള്ളാഹിയും ഞാനും റസൂലുള്ളാഹിയും കുളിക്കാറുണ്ട്, മിൻ ഇനാഇൻ വാഹിദിൻ, ഒരൊറ്റ പാത്രത്തിൽ നിന്ന്. ഒരു പാത്രത്തിൽ നിന്ന് വെള്ളം എടുത്തിട്ട് നമ്മൾ രണ്ടാളും കുളിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സമയത്തുള്ള മുടിയെക്കുറിച്ച് ആയിഷ ബീവി പറയാണ്, കാന ലഹു ശഅറുൻ ഫൗഖൽ ജുമ്മത്തി വദൂനൽ വഫ്റതി. ജുമ്മത്ത് എന്ന് പറഞ്ഞാൽ ഐ ലം യസിൽ ലിമഹല്ലിഹ, ജുമ്മത്തിൻ്റെ അവിടെ എത്തിയിട്ടില്ല. വഹുവൽ മൻകിബാൻ, രണ്ട് ചുമലുകൾക്കാണ്. രണ്ട് ചുമലുകൾ എത്തിയിട്ടില്ല, അതിൻ്റെ മുകളിലാണ്. വദൂനൽ വഫ്റതി, വഫ്റത്ത് എന്ന് പറഞ്ഞാൽ ഷഹ്മത്തുൽ ഉദ്ന്. ഷഹ്വത്തുൽ ഉദ്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ആ ചെവിയിൽ നിന്ന് ആ മൃദുലമായി നിൽക്കുന്ന ചെവിയുടെ താഴ്ഭാഗത്തുള്ള മാ ലാന മിനൽ ഉദ്നി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫൗഖൽ ജുമ്മത്തി, പിരടിയുടെയും ചെവിക്കുറ്റിയുടെയും ഇടയിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുടിയുണ്ടായിരുന്നത്. ഈ ഹദീസിൽ അങ്ങനെയാണ്. അടുത്ത ഹദീസ് حدثنا أحمد بن منيع قال حدثنا أبو قتل قال حدثنا شعبة عن أبي إسحاق عن البراء بن عازب رضي الله عنه قال كان رسول الله, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു, മർബൂഅ, മിതഗാത്രനായിരുന്നു, അഥവാ ഒത്ത നീളമുള്ള ആളായിരുന്നു. പലതവണ നമ്മൾ ആ ആശയം പറഞ്ഞു. ബഈദ മാ ബൈനൽ മൻകിബൈനി, ചുമലുകൾക്കിടയിൽ നല്ല വിശാലതയുണ്ട്. വകാനത്ത് ജുമ്മതുഹു തദ്രിബു ശഹ്മത ഉദ്നൈ, അവിടുത്തെ തലമുടി രണ്ട് ചെവിക്കുറ്റികൾ, അഥവാ ചെവിയിൽ നിന്ന് മൃദുലമായി നിൽക്കുന്ന ആ ഭാഗം, അവിടത്തേക്ക് എത്താറുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞല്ലോ, വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത കോലങ്ങളിലാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ഉണ്ടാകാറുണ്ടായിരുന്നത്. حدثنا محمد بن بشار قال حدثنا وهب بن جرير بن حازم قال حدثني أبي عن قتادة رضي الله عنه قال അദ്ദേഹം പറയാണ്, ഖുൽതു ലി അനസ്, ഞാൻ അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, കൈഫ കാന ശഅറു റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ ശഅർ എങ്ങനെയായിരുന്നു, മുടി എങ്ങനെയായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹുവിനോടാണ് ചോദ്യം. കാരണം അനസ് തങ്ങൾ റസൂലുള്ളാഹിന്റെ ശരീര ഘടന പറയാൻ, അവിടുത്തെ മുടിയുടെ രൂപം പറയാൻ, മുഖത്തിൻ്റെ രൂപം പറയാൻ, ശരീരപ്രകൃതി പറയാൻ യോഗ്യനാണ് അനസ് റളിയല്ലാഹു അൻഹു. കാരണം ആരാണ്?
10 വർഷം മുത്തുനബിക്ക് സേവനം ചെയ്ത മഹാനാണ്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ മുടിയെക്കുറിച്ച് ചോദിക്കുന്നു അനസ് റളിയല്ലാഹു അൻഹുവിനോട്. ഫഖാൽ ഖാല, അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, ലം യകുൻ ബിൽ ജഅദി വലാ ബിസ്സബ്തി. നമ്മൾ പലതവണ പറഞ്ഞതാണ്, കെട്ടിക്കുടുങ്ങിയതോ ചുരുണ്ട രൂപത്തിലുള്ളതോ അതുപോലെ സബത്ത് താറിപ്പറക്കുന്ന വളരെ കട്ടി കുറഞ്ഞ രൂപത്തിലുള്ളതോ ആയിരുന്നില്ല. കാന യബ്ലുഗു ശഅറുഹു, അവിടുത്തെ മുടി എത്താറുണ്ടായിരുന്നു, ശഹ്മത ഉദ്നൈ, ചെവിയിൽ നിന്ന് ആ മൃദുലമായ ഭാഗം വരെ എത്താറുണ്ടായിരുന്നു. അടുത്ത ഹദീസ്. حدثنا محمد بن يحيى ابن أبي عمر المكي رضي الله عنه قال حدثنا سفيان بن عيينة عن ابن أبي نجيه عن مجاهد عن أم هانئ بنت أبي طالب, أبو طالب മകളായ ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയെ തൊട്ട് ഖാലത്ത് മഹദി പറയുകയാണ്, ഖദിമ റസൂലുള്ളാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു, മക്കയിലേക്ക് വന്നു. ഖദ്മത്തൻ, ഒരു വരവ് വന്നു. മദീനയിൽ നിന്ന് മക്കയിലേക്ക് വന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയുടെ കോലം പറയാൻ, വലഹു അർബഉ ഗദായിറ, ആ സമയത്ത് അവിടുത്തെ മുടി 4 ഭാഗങ്ങളാക്കി ചീകിയൊതുക്കി വെച്ചിരുന്നു. 4 ഭാഗങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4 തവണയാണ് മക്കയിലേക്ക് വന്നത്. ഒന്ന് ഉംറത്തുൽ ഖളാഇൻ്റെ സമയത്ത്, മറ്റൊന്ന് മക്ക വിജയത്തിൻ്റെ സമയത്ത്, മറ്റൊന്ന് ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ജാറാനയിൽ നിന്ന് മുത്തുനബി ഉംറ ചെയ്തിട്ടുണ്ടല്ലോ, ആ സമയത്ത്. 4-മത്തേത് ഹജ്ജത്തുൽ വദാഇൽ. അങ്ങനെ 4 തവണയാണ്. അപ്പോൾ ഈ വരവ് മക്ക വിജയ ദിവസമാവാനാണ് സാധ്യതയുള്ളത്. ആ സമയം ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്നാണ് നബി തങ്ങൾ കുളിച്ചതും ദുഹാ നിസ്കരിച്ചതൊക്കെ. അപ്പോൾ അതാവാനാണ് സാധ്യത. അഷ്റഫുൽ വസായിലിൽ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ അങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയാണ് ഇത് പറയുന്നത്. ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയുടെ പേര് ഫാഹിത്ത എന്നാണ്. ഉമ്മു ഹാനി കുഞ്ഞ് തലമാണല്ലോ, ഉമ്മു ചേർത്തിട്ടുള്ള പേരാണ്. യഥാർത്ഥ നാമം ഫാഹിത്ത എന്നാണ്. അബൂ ത്വാലിബിൻ്റെ മകളാണ്. അടുത്ത ഹദീസ്. حدثنا سويد بن نصر قال حدثنا عبد الله بن المبارك عن معمر عن ثابت البناني رضي الله عنه, ثابت البناني رضي الله عنه عن أنس رضي الله عنه തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനാണ്, സേവകനാണ്, വലിയ മഹാനാണ്, താബിഈ പ്രമുഖനാണ്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരുപാട് ഇൽമ് നേടിയ ആളാണ്. അള്ളാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മെ നന്നാക്കി തരട്ടെ. സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അനസ് റളിയല്ലാഹു അൻഹു, അനസ് തങ്ങളെ തൊട്ട്, അന്ന ശഅറ റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ആയിരുന്നു, കാന ഇലാ അൻസാഫി ഉദ്നൈഹി, അവിടുത്തെ 2 ചെവികളുടെ പകുതി വരെയായിരുന്നു. സമാനമായ ആശയം നമ്മൾ പറഞ്ഞു. حدثنا سويد بن نصر حدثنا عبد الله بن المبارك عن يونس بن يزيد عن الزهري رضي الله عنه قال حدثنا عبيد الله بن عبد الله بن عتبة عن ابن عباس رضي الله عنه أن رسول الله നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന യുസ്ദിലു ശഅറഹു, അവിടുത്തെ തലമുടി ആദ്യകാലത്ത് അഴിച്ചിടാറുണ്ടായിരുന്നു. അഴിച്ചിടുക. അപ്പോൾ വകാനൽ മുശ്രിക്കൂന, മുശ്രിക്കീങ്ങളായിരുന്നു, യഫ്രിഖൂന റൂസഹും, അവരുടെ തലമുടി 2 ഭാഗങ്ങളിലേക്ക് ചിതറിയിടും. വകാന അഹ്ലുൽ കിതാബ്, അഹ്ലു കിതാബുകാർ, അവർ യുസ്ദിലൂന റൂസഹും, അഴിച്ചിടുകയും ചെയ്യും. മുശ്രിക്കീങ്ങളായ ആളുകൾ 2 ഭാഗത്തേക്ക്
ചിതറിയിടും. അഹ്ലു കിതാബുകാർ അഴിച്ചിടുകയും ചെയ്യും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാണ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്, വകാന യുഹിബ്ബു മുവാഫഖത അഹ്ലിൽ കിതാബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഹ്ലു കിതാബുകാരോട് യോജിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. ഫീമാ ലം യുഅ്മർ ഫീഹി ബിശൈ, പ്രത്യേകം കൽപ്പനകൾ വന്നിട്ടില്ലാത്ത വിഷയങ്ങളിൽ മുൻകാല പ്രവാചകന്മാരുടെ അനുയായികളായ ഈ വേദക്കാർ പ്രത്യേകം കൽപ്പനകൾ വന്നിട്ടില്ലാത്ത വിഷയങ്ങളിൽ ഈ അഹ്ലു കിതാബുകാരുടെ വേദക്കാരുടെ ആചാരങ്ങളാണ് നബി തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നത്. പലയിടങ്ങളിലും ഉസ്താദുമാർക്കൊക്കെ അറിയാം, പല വിഷയങ്ങളിലും അഹ്ലു കിതാബുകാരുടെ എതിരാവാൻ വേണ്ടി മുത്തുനബി പലതും ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ എതിർഭാഗത്ത് മുശ്രിക്കീങ്ങളാണ്. ഇവിടെ രണ്ട് കൂട്ടരുടെ ആചാരങ്ങളാണുള്ളത്, മുശ്രിക്കീങ്ങളുടേത്, അഹ്ലു കിതാബുകാരുടേത്. ഇതിൽ നബി തങ്ങൾ അഹ്ലു കിതാബുകാരുടേത് ഇഷ്ടപ്പെട്ടു. അവരെക്കാളും മോശപ്പെട്ടവരാണല്ലോ മുശ്രിക്കീങ്ങൾ, അവരുടേത് ഇഷ്ടപ്പെടുന്നില്ല, അഹ്ലു കിതാബുകാരുടേത് ഇഷ്ടപ്പെടും. പ്രത്യേകം അള്ളാഹുവിൻ്റെ നിർദ്ദേശം വന്ന വിഷയങ്ങളിൽ അഹ്ലു കിതാബുകാരുടെ എതിരാകും. എന്നിട്ട് നമ്മുടേതായ മുസ്ലിമീങ്ങളുടേതായ ആചാരമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിക്കാനുണ്ടായിരുന്നത്. എന്തായാലും സുമ്മ ഫറഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅസഹു, പിന്നെ നബി തങ്ങൾ അവിടുത്തെ തലമുടി ഇരുഭാഗങ്ങളിലേക്കും ചീകി ഒതുക്കി വെക്കുന്ന രീതി സ്വീകരിച്ചിരുന്നു. പിന്നീട് ആദ്യകാലത്ത് അതൊന്നുമില്ല. ആദ്യകാലത്ത് നബി തങ്ങൾ എന്താണ് അഴിച്ചിടാറായിരുന്നു പതിവ്. പിന്നെ എന്താക്കി, ചീകി ഒതുക്കി രണ്ട് ഭാഗങ്ങളിലേക്ക് വെക്കാൻ വേണ്ടി തുടങ്ങി. പറഞ്ഞു വന്നത് പല സമയങ്ങളിലും പല രൂപങ്ങളിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി. ഹദ്ദസന മുഹമ്മദ് ബിൻ ബഷാർ ഖാല ഹദ്ദസന അബ്ദുറഹ്മാൻ ബിൻ മഹ്ദി عن إبراهيم ابن نافع المكي عن ابن أبي نجيح عن مجاهد عن أم هانئ رضي الله عنه قالت മഹദി പറയുകയാണ്, റഅയ്തു റസൂലല്ലാഹി, ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിനെ കണ്ടു, ലഫായിറ അർബഇൻ, 4 ഭാഗമായി ചീയൊതുക്കിയ അവസ്ഥയിൽ നബി തങ്ങളുടെ മുടിയെ ഞാൻ കണ്ടിട്ടുണ്ട്, 4 ഭാഗമാക്കിയിട്ട്. അങ്ങനെ ഉമ്മഹാനി റളിയല്ലാഹു അൻഹ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ഷഅർ മുബാറക്കിനെ കുറിച്ചുള്ള വ്യത്യസ്ത വായനകളാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഏറ്റവും ഭംഗിയുള്ള രൂപമാണ് മുത്തുനബിയുടേത്. കാണുമ്പോൾ ഒന്നുകൂടെ നോക്കണമെന്ന അവസ്ഥയിലായിരുന്നു നബി തങ്ങൾ. അങ്ങനെ അല്ലാതെ ഒരു രൂപവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅർ മുബാറക്ക് അത് ബഹുമാനമുള്ളതാണ്. കാലങ്ങളായി അങ്ങനെ കൈമാറി, തലമുറകളായി കൈമാറി, ഇന്നും നിലവിലുണ്ട്, പലയിടങ്ങളിലുമുണ്ട്. അതിനെ നമ്മൾ ചീത്ത പറയാൻ പാടില്ല, അതിനെ നമ്മൾ ബഹുമാനിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅർ മുബാറക്കാണ്, തിരുകേശമാണ് എന്ന് കേട്ടാൽ തന്നെ നമ്മളതിൻ്റെ ആധികാരികതയെക്കുറിച്ച് നമുക്ക് സംശയമുണ്ടെങ്കിൽ നമ്മളതിനെ ചീത്ത പറയാൻ പാടില്ല. വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം, അതിൻ്റെ ബർക്കത്തെടുക്കണമെങ്കിൽ എടുക്കാം, പക്ഷേ നമ്മൾ ചീത്ത പറയാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറഞ്ഞതിൽ, അൻ തകൂന ഇൻദി ശഅറത്തും മിൻ ശഅറാത്തി റസൂലില്ലാഹ് അഹബ്ബു ഇലയ്യ മിനദ് ദുനിയ വമാ ഫീഹാ, എൻ്റെ അടുക്കൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഷഅറിൽ നിന്ന് ഒരു ഷഅർ, ഒരു തിരുകേശം എൻ്റെ കയ്യിൽ ഉണ്ടാവുക എന്നുള്ളത് ഈ ദുനിയാവും ദുനിയാവിലുള്ള സർവ്വതും ലഭിക്കുന്നതിനേക്കാൾ എനിക്ക് ഉത്തമമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ടവർ പറയാൻ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ബഗ്ദാദ് ഷരീഫിലേക്ക് പോയപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദും ഉണ്ടായിരുന്നു കൂടെ. ആ സമയത്ത് നമ്മുടെ തസവുഫിൻ്റെ ഇമാമായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിൻ്റെ ചാരത്ത് വെച്ച് ഷെയ്ഖ് അലിയുർ റിഫാഇ അൽ ഹനഫി എന്ന് പറയുന്ന അവിടുത്തെ ഇമാം, ജുനൈദുൽ ബഗ്ദാദി തങ്ങളുടെ മഖാമിലുള്ള ഇമാം, അവരുടെ കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്ന ഷഅർ മുബാറക്ക് കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അവിടെ അവർ നമുക്ക് കാണിച്ചു തന്നു
ലോകത്തെല്ലായിടത്തും ആദരിക്കുന്നു, ഷാറ മുബാറക്കിനെ ബഹുമാനിക്കുന്നു. അൽഹംദുലില്ലാ. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മളെ ചീത്ത പറയാൻ പാടില്ല. ഒരു കാരണവശാലും നമ്മളങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷാറ മുബാറക്ക് നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയുടെ പല രൂപങ്ങളൊക്കെ ഇനി ചർച്ചയിൽ വരാനുണ്ട്. ഇന്നത്തെ ചില ആളുകൾ മുടിയൊക്കെ നീട്ടി വളർത്തി വെച്ച് നബിതങ്ങൾ അങ്ങനെ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് തെറ്റായ രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നതായി കാണാറുണ്ട് ചില ചെറുപ്പക്കാരായ ഉസ്താദുമാരടക്കം. എന്തായാലും നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് കാണുമ്പോൾ വെറുപ്പ് തോന്നുന്ന രൂപത്തിലാവാൻ പാടില്ല. മറുനാട്ടിലെ പണ്ഡിതന്മാരൊക്കെ ചെയ്യുന്നുണ്ടാവാം. നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാർ, അതേത് സമസ്തയിലെ പണ്ഡിതന്മാരായിക്കഴിഞ്ഞാൽ എല്ലാവരും മുടിയൊക്കെ വെട്ടിച്ചുരുക്കി നല്ല കാണുമ്പോൾ നല്ല ഹൈബത്തും ഭംഗിയൊക്കെ തോന്നുന്ന രൂപത്തിലാണ് മുടി സൂക്ഷിക്കാറുള്ളത്. ആ രൂപത്തിൽ തന്നെ നമ്മൾ ചെയ്യണമെന്നാണ് ഈ ഒരു ചർച്ചയുടെ അവസാനം നമുക്ക് പറയാനുള്ളത്. ഹറാമായ രൂപത്തിൽ മറ്റുള്ള സിനിമാ നടന്മാരെയും കായിക താരങ്ങളെയൊക്കെ അനുകരിച്ചുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാരായ ആളുകൾ, മുത്താലിമീങ്ങളടക്കം പലരെയും കാണാറുണ്ട്. വലിയ സങ്കടം തോന്നാറുണ്ട്. അപ്പോൾ നമ്മുടെ മക്കളും നമ്മുടെ ശിഷ്യന്മാർ, നമ്മുടെ പേരക്കുട്ടികൾ, അവരെയൊക്കെ നമ്മൾ നല്ല രൂപത്തിൽ മുടി കട്ട് ചെയ്യാനും സൂക്ഷിക്കാനൊക്കെ പ്രേരിപ്പിക്കണം. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മുത്തുനബിയെ അടിമുടി അനുധാവനം ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിനുള്ളൊരു സബബായി ഈ ഒരു ശമാഇൽ വായനയെ അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.